വർഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? അത് ആടുജീവിതമാണ് കേട്ടോ. ഹായ് ഓൾ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും ആണ്. ഇപ്പൊ റീസെന്റ് വന്നതാണ്, നമുക്ക് ഇപ്പൊ തന്നെ അതങ്ങ് പഠിച്ചു പോയേക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ്. എത്രയാണ്? 70ാമത്തെ ആണ്. അവിടെ തൊട്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചോണം. 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്. അപ്പൊ എന്താണ്, ആർക്കാണ് കിട്ടിയത്, ഏത് സിനിമയ്ക്കാണ് കിട്ടിയത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും മികച്ച ചിത്രം ആദ്യം നോക്കാനുള്ള ഏതാണ്? ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ആട്ടം. ഏതാണ്? ആട്ടമാണ്. ആനന്ദ് ഏകർഷിയാണ് സംവിധാനം ചെയ്തത്. അപ്പൊ 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ആട്ടം. സംവിധാനം ചെയ്ത ആരാണ്? ആനന്ദ് ഏകർഷിയാണ്. ഇനി മികച്ച തിരക്കഥ ഏതിന്റെ ആണ്? അതും ആട്ടത്തിന്റെ തന്നെയാണ്. ആനന്ദ് ഏകർഷിക്കാണ് കിട്ടിയത്. അപ്പൊ മികച്ച ചിത്രം ആട്ടം, മികച്ച തിരക്കഥയും ആട്ടത്തിന്റെ തന്നെയാണ്. ഓക്കെ, ഇനി മികച്ച മലയാള സിനിമ ഏതാണ്? മികച്ച മലയാള സിനിമ ഏതാണ്? സൗദി വെള്ളക്കയാണ്. ഓക്കെ അല്ലേ? അപ്പൊ മികച്ച ചിത്രം ആട്ടം, മികച്ച തിരക്കഥ ആട്ടത്തിന്റെ ആണ്. ആരാണ് ആട്ടം സംവിധാനം ചെയ്തത്? ആനന്ദ് ഏകർഷിയാണ്. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ്. ഓക്കെ, മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. ആരാണ്? ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. മികച്ച നടി നിത്യ മേനോനും മാനസി പരേഖയാണ്. അപ്പൊ മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടി. ആരാണ്? ഋഷഭ് ഷെട്ടി. മികച്ച നടി ആരാണ്? നിത്യ മേനോനും മാനസി പരേഖയും. ഓക്കെ അല്ലേ? ആദ്യം തൊട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം, ഇപ്പൊ തന്നെ പഠിച്ചു പോണം, ഇതിനായിട്ട് പിന്നൊരു സമയം മാറ്റി വെക്കേണ്ട. അപ്പൊ മികച്ച ചിത്രം ഏതാണ്? ആട്ടം. മികച്ച ചിത്രം ആട്ടമാണ്. മികച്ച തിരക്കഥ ആട്ടത്തിന്റെ ആണ്. ആരാണ് ആട്ടം സംവിധാനം ചെയ്തത്? ആനന്ദ് ഏകർഷി. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളയ്ക്ക. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞത്? മികച്ച നടനെയും നടിയെയും പറഞ്ഞു. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടി ആരാണ്? നിത്യ മേനോനും മാനസി പരേഖയാണ്. സെറ്റ് അല്ലേ? ഓക്കെ, കൂടെ അങ്ങ് പറഞ്ഞു നോക്കണം കേട്ടോ. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? മികച്ച ജനപ്രിയ ചിത്രം കാന്താര. ഏതാണ്? മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച ബാലതാരമാരാണ്? നമ്മുടെ ശ്രീപദാണ്. മാളികപ്പുറത്തിലെ ശ്രീപദാണ് മികച്ച ബാലതാരം. അപ്പൊ എന്താണ്? മികച്ച ജനപ്രിയ ചിത്രം കാന്താര. മികച്ച ബാലതാരം ആരാണ്? ശ്രീപദ്. ഓക്കെ അല്ലേ? മികച്ച പശ്ചാത്തല സംഗീതം ആരെയാണ്? മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാന്റെ ആണ്. പൊന്നിയിൻ സെൽവൻ 1 എന്താണ്? മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് കിട്ടിയത് കേട്ടോ. അപ്പൊ 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ AR റഹ്മാന് കിട്ടി. പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 സംഗീതത്തിനാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയൊന്ന് ഒന്നുകൂടെ പറഞ്ഞാലോ? ഇപ്പോ തന്നെ പഠിച്ചു നോക്കോ. മികച്ച ചിത്രമാട്ടം. മികച്ച ചിത്രം ആട്ടം, മികച്ച തിരക്കഥ ആട്ടത്തിന്റെ ആണ്. മികച്ച മലയാള സിനിമ സൗദി വെള്ളയ്ക്ക. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. മികച്ച നടി നിത്യ മേനോനും മാനസി പരേഖയാണ്. മികച്ച ജനപ്രിയ ചിത്രം കാന്താര. മികച്ച ബാലതാരം ആരാണ്? ശ്രീപദ്, മാളികപ്പുറം. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? AR റഹ്മാനാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ബർജാത്യ. ആരാണ്? മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ ആണ്. ഊം ചായ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കേട്ടോ. ഇനി മികച്ച സംവിധായിക മികച്ച സംവിധായിക മറിയം ചാണ്ടി മേനേചേരി. മറിയം ചാണ്ടി മേനാചേരി ആണ് മികച്ച സംവിധായിക. അപ്പൊ മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ബർജാത്യ. ഓക്കെ, മികച്ച സംവിധായിക അത് മറിയം ചാണ്ടി. ഏതാണ് മറിയം ചാണ്ടിയുടെ സിനിമ? ഫ്രം ദി ഷാഡോസ്. എന്താണ്? ഫ്രം ദി ഷാഡോസ്. ഓക്കെ അല്ലേ? ഇനി മികച്ച എഡിറ്റിംഗ് മികച്ച എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദ്. മഹേഷ് ഭുവനേന്ദ് ആട്ടത്തിനാണ്. ഓക്കെ, ആട്ടം എന്ന സിനിമയ്ക്കാണ് മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം കിട്ടിയത്. ആർക്കാ കിട്ടിയത്? മഹേഷ് ഭുവനേന്ദ്. ഓക്കെ, മികച്ച സംഗീത സംവിധായകൻ ആരാണ്? പ്രീതം.
ബ്രഹ്മാസ്ത്ര പാർട്ട് 1. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. മികച്ച പശ്ചാത്തല സംഗീതം ആർക്കാ കിട്ടിയത്? മികച്ച പശ്ചാത്തല സംഗീതം കിട്ടിയത് നമ്മുടെ AR റഹ്മാനാണ്. മാറിപ്പോയത്. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ. ഏതാണ് സിനിമ? പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. ഓക്കെ. ഇനി മികച്ച സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് പ്രീതമാണ്. അത് ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ആണ്. ഓക്കെ. മികച്ച എഡിറ്റിംഗ് ആരാണ്? മഹേഷ് ഭുവനേന്ദ്. ആരാണ്? മഹേഷ് ഭുവനേന്ദ്. മികച്ച സംവിധായിക ആരാണ്? മികച്ച സംവിധായിക ആരാണ്? മറിയം ചാണ്ടി. ആരാണ്? മറിയം ചാണ്ടി ഫ്രം ദി ഷാഡോ സിനിമ. മികച്ച സംവിധായകൻ ആരാണ്? ആരാണ്? സൂരജ് ബർജാത്യ. ഓക്കെ അല്ലേ? ഊംജായ് എന്ന സിനിമയാണ്. ഇത്രയും ഓക്കെ അല്ലേടാ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്തത് മികച്ച ഗായിക ആരാണ്? ബോംബെ ജയശ്രീ. സൗദി വെള്ളയ്ക്ക സിനിമയിലെ പാട്ടിനാണ് കിട്ടിയത്. അപ്പൊ ആരാണ് മികച്ച ഗായിക? ആരാണ്? ബോംബെ ജയശ്രീ. മികച്ച ഗായകൻ ആരാണ്? അരിജിത്ത് സിംഗ്. മികച്ച ഗായകൻ ആരാണ്? അരിജിത്ത് സിംഗ്. സിനിമ ഏതാണ്? ബ്രഹ്മാസ്ത്ര പാർട്ട് 1. ഓക്കെ. അപ്പൊ മികച്ച ഗായിക ആരാ? ബോംബെ ജയശ്രീ. മികച്ച ഗായകൻ ആരാണ്? അരിജിത്ത് സിംഗ്. ഓക്കെ അല്ലേ? മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? മികച്ച ഛായാഗ്രാഹകൻ രവിവർമ്മനാണ്. ആരാണ്? രവിവർമ്മനാണ് മികച്ച ഛായാഗ്രാഹകൻ. മികച്ച കന്നഡ ചിത്രം ഏതാണ്? KGF ചാപ്റ്റർ 2. ഏതാണ്? KGF ചാപ്റ്റർ 2. അപ്പൊ എന്താണ്? മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? രവിവർമ്മൻ. അപ്പൊ നമുക്ക് അത്ര ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ്? മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. മികച്ച ചിത്രം ആട്ടം. മികച്ച തിരക്കഥ ആട്ടത്തിന്റെയാണ്. ഓക്കെ. അപ്പൊ ആട്ടത്തിന്റെ സംവിധായകൻ ആരാന്നാ പറഞ്ഞത്? ആരാണ്? ആനന്ദ് ഏകർഷി. ഓക്കെ. ഇനി മികച്ച മലയാള ചിത്രം ഏതാണ്? ഏതാണ്? സൗദി വെള്ളയ്ക്ക. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടി. ഓക്കെ അല്ലേ? മികച്ച നടി ആരാ? മികച്ച നടി നിത്യ മേനോനും മാനസി പരേഖയും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ജനപ്രിയ ചിത്രം ഏതാണ്? ജനപ്രിയ ചിത്രം അത് കാന്താരയാണ് കേട്ടോ. ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച ബാലതാരം ആരാണ്? ശ്രീപദ് മാളികപ്പുറം. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? AR റഹ്മാൻ ആണെങ്കിൽ മികച്ച സംഗീത സംവിധായകൻ ആരാണ്? പ്രീതമാണ്. ബ്രഹ്മാസ്ത്ര സിനിമയ്ക്കാണ്. മികച്ച എഡിറ്റിംഗ് ഏതിനാണ്? ആട്ട സിനിമയിലെ മഹേഷ് ഭുവനേന്ദ്രനാണ്. ഓക്കെ. ഇനി മികച്ച സംവിധായികയുണ്ട്. മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ബർജാത്യ. ആരാണ്? സൂരജ് ബർജാത്യ. ഊംജായ് സിനിമ. മികച്ച സംവിധായിക ആരാ? അത് നമ്മുടെ മറിയം ചാണ്ടിയാണ്. ഫ്രം ദി ഷാഡോസ് ആണ്. ഓക്കെ അല്ലേ? ഈ മികച്ച ഗായികയും പഠിച്ചു. ഗായിക ആരാണ്? ബോംബെ ജയശ്രീ. മികച്ച ഗായിക ബോംബെ ജയശ്രീ. മികച്ച ഗായകൻ ആരാണ്? അരിജിത്ത് സിംഗ്. ആരാണ്? അരിജിത്ത് സിംഗ്. ഛായാഗ്രാഹകൻ ആരാണ്? മികച്ച ഛായാഗ്രാഹകൻ രവിവർമ്മൻ. ഇത്രയും ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? പറഞ്ഞങ്ങ് പഠിച്ചോണം കേട്ടോ. അപ്പൊ മികച്ച കന്നഡ ചിത്രം ഏതാണ്? KGF ചാപ്റ്റർ 2 ആണ്. മികച്ച സംഘടനവും KGF ചാപ്റ്റർ 2 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക KGFിൽ മൊത്തം അടിയും സംഘടനവും അല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. അടിയും സംഘടനമാണ്. അപ്പൊ KGF ചാപ്റ്റർ 2 തന്നെയാണ് മികച്ച സംഘടനത്തിനുള്ളതും കിട്ടിയത്. അത് ആർക്കാണ് കിട്ടിയത്? അൻബറീവ് മാസ്റ്റേഴ്സ്. ആരാണ്? അൻബറീവ് മാസ്റ്റേഴ്സിനാണ്. മികച്ച തമിഴ് ചിത്രം ഏതാണ്? പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 കേട്ടോ. മികച്ച തമിഴ് ചിത്രം പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. അപ്പൊ ഒന്നുകൂടെ പറയാം. മികച്ച കന്നഡ ചിത്രം ഏതാണ്? KGF പാർട്ട് 2. മികച്ച തമിഴ് ചിത്രം ഏതാണ്? പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. മികച്ച മലയാളം ചിത്രം ഏതാണ്? സൗദി വെള്ളയ്ക്ക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് കേട്ടോ. 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം? കാതൽ ദി കോർ. എന്താണ്? കാതൽ ദി കോർ ആണ് മികച്ച ചിത്രം. മികച്ച ചിത്രത്തിന്റെ ആ ഒരു സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബിയാണ്. അപ്പൊ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും തമ്മിൽ മാറിപ്പോരുത്. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു എക്സാം നടക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് എന്താണ്? ആട്ടം ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കാതലും തരുമ്പോഴത്തേക്ക് നിങ്ങൾ ആട്ടമാണോ കാതലോ? ആട്ടമാണ് മലയാളം വേർഡ്. അപ്പൊ മലയാളം കേരളത്തിന്റെ അതായിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചോണം. ആട്ടത്തിനെ കേരള സ്റ്റേറ്റ് തഴഞ്ഞതുകൊണ്ടാണ് നാഷണൽ ലെവൽ അവാർഡ് കൊടുത്തത്. അപ്പൊ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല കേട്ടോ. അപ്പൊ 54ാമത്തെയാണ് പഠിച്ചു വെച്ചോ. 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളാണ് പറയുന്നത്. മികച്ച ചിത്രം ഏതാണ്? കാതൽ ദി കോർ. എന്താണ്? കാതൽ ദി കോർ. ജിയോ ബേബിയാണ് സംവിധാനം ചെയ്തത് കേട്ടോ. ആരാണ്? ജിയോ ബേബിയാണ്
സംവിധാനം ചെയ്തത്. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. സംവിധായകൻ തരുൺ മൂർത്തി അല്ല, രോഹിത് എം ജി കൃഷ്ണനാണ്. ആരാണ്? രോഹിത് എം ജി കൃഷ്ണനാണ്. മികച്ച ചിത്രം കാതൽ ദി കോർ. എന്താണ്? കാതൽ ദി കോർ ആണ് മികച്ച ചിത്രം. ആരാ സംവിധാനം ചെയ്തത്? ജിയോ ബേബിയാണ് സംവിധാനം ചെയ്തത്. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? രണ്ടാമത്തത് ഇരട്ടയാണ് അല്ലെ? രണ്ടാമത്തത് ഇരട്ടയാണ്. ആരാ സംവിധാനം? രോഹിത് എം ജി കൃഷ്ണൻ. ഓക്കെ, ഇനി മികച്ച നടി ആരാണ്? മികച്ച നടി ഉർവശി. ഉർവശി മാത്രമല്ല, ആരുണ്ട്? ബീന ആർ ചന്ദ്രൻ. ഓക്കെ, അപ്പൊ എന്താണ്? ഉർവശിക്കും ബീന ആർ ചന്ദ്രനുമാണ് മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഓക്കെ, ഉർവശി ഏതാ സിനിമ? ഉള്ളൊഴുക്ക്. ബീന ആർ ചന്ദ്രൻ തടവ്. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് മികച്ച നടിക്കുള്ളത് കിട്ടിയത്? ഉർവശിയും ബീനയും. കേട്ടോ, ഉർവശിയും ബീനയുമാണ്. മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജ് ആണ്. സിനിമ ഏതാണ്? ആടുജീവിതം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മുടെ 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയ മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം കാതൽ ദി കോർ. ആരാ സംവിധാനം ചെയ്തത്? ജിയോ ബേബിയാണ്. ഓക്കെ അല്ലേ? ഈ രണ്ടാമത്തെ ചിത്രം ചോദിച്ച ഏതാണ്? അത് നമ്മുടെ ഇരട്ടയാണ്. രോഹിത് എം ജി കൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. ഇനി നമുക്ക് മികച്ച നടനെയും നടിയെയും പറയാം. ആരാണ് മികച്ച നടി? ഉർവശിയും ബീനയുമാണ്. ഓക്കെ, ഉർവശിയും ബീനയും. മികച്ച നടൻ ആരാ? നമ്മുടെ പൃഥ്വിരാജു ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മികച്ച കഥാകൃത്ത് ആരാണ്? സോറി, ഇവിടെ ഉണ്ടായിരുന്നു. മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ ബ്ലസ്സി ആണ്. അത് ഏതാണ്? ആടുജീവിത സിനിമയുടെ സംവിധായകനാണ് ബ്ലസ്സി. അപ്പൊ മികച്ച നടൻ പൃഥ്വിരാജ് ആണ്. മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സി ആണ്. ആടുജീവിതത്തിന് തന്നെയാണ് കിട്ടിയത്. മികച്ച നവാഗത സംവിധായകൻ ആരാണ്? മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ആണ്. തടവിനാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തൊട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. മികച്ച നടി ആരാ? മികച്ച നടി ഉർവശിയും ബീനയും. ആരാണ്? ഉർവശിയും ബീനയുമാണ്. ഉർവശി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയും ബീന ഏതാണ്? തടവിനുമാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? മികച്ച നടൻ പൃഥ്വിരാജ് ആണ്. ആടുജീവിത സിനിമയ്ക്ക് കിട്ടി. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. ആടുജീവിതത്തിന് തന്നെയാണ് കിട്ടിയത്. മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ് തടവിനായി കിട്ടിയത്. കേട്ടോ, അപ്പം നമ്മുടെ മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ്. സിനിമ ഏതാണ്? തടവാണ്. ഓക്കെ, മികച്ച തിരക്കഥ ആരുടെയാണ്? മികച്ച തിരക്കഥയും സംവിധാനവും ആരാ? തിരക്കഥയും സംവിധാനം ഇരട്ടയുടേത് നമ്മുടെ രോഹിത് എം ജി കൃഷ്ണനായിരുന്നു. അപ്പൊ ഇരട്ട എന്ന സിനിമയുടെ ഈ രോഹിത് എം ജി കൃഷ്ണനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. ഓക്കെ അല്ലേ? എന്നാ മികച്ച കഥാകൃത്ത് ആരാണ്? ആദർശ സുകുമാരൻ. ആരാണ്? ആദർശ സുകുമാരനും പോൾസൺസ് കറിയയും. ആരാണ്? ആദർശ സുകുമാരൻ പോൾസൺസ് കറിയയ്ക്കുമാണ് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. അവലംബിത തിരക്കഥ. മികച്ച അവലംബിത തിരക്കഥ ആരുടെയാണ്? ബ്ലസ്സിയുടെ ആടുജീവിതമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ഓക്കെ അല്ലേ? 1 സെക്കൻഡ്, ഞാൻ ഇതൊന്ന് വായിച്ചോളട്ടെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ തന്നെ സെറ്റ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രം ഏതാ? കാതൽ ദി കോർ. ഏതാണ്? കാതൽ ദി കോർ ആണ്. ജിയോ ബേബി ആണ് സംവിധാനം ചെയ്തത്. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഇരട്ട. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധാനം ചെയ്ത ആരാണ്? തരുൺ മൂർത്തി അല്ല. ആരാണ്? രോഹിത് എം ജി കൃഷ്ണനാണ്. കേട്ടോ, ആരാണ്? മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഇരട്ടയാണ് സംവിധാനം ചെയ്തത്. രോഹിത് എം ജി കൃഷ്ണനാണ്. മികച്ച നടി ആരാ? ഉർവശി. മികച്ച നടി ആരാ? ഉർവശി ഉള്ളൊഴുക്ക്. ബീന ആർ ചന്ദ്രൻ തടവ്. ഓക്കെ, ഇനി മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിത സിനിമ. ഇത്രയൊക്കെ അല്ലേ? ഇനി മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സി ആടുജീവിതം. മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ് തടവ്. മികച്ച തിരക്കഥ ആരാണ്? ഇരട്ടയുടെ തിരക്കഥ രോഹിത് എം ജി കൃഷ്ണൻ. മികച്ച കഥാകൃത്ത് ആരാണ്? ആദർശ് സുകുമാരനും പോൾസൺസ് കറിയ. ഏതാണ്? കാതലിൻ്റെത്. മികച്ച അവലംബിത തിരക്കഥ ആരുടെയാണ്? ബ്ലസ്സിയുടെ ആണ്. ആടുജീവിതം. ഓക്കെ അല്ലേ? ഇത്രേ സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. മികച്ച സ്വഭാവ നടൻ ആരാണ്? മികച്ച സ്വഭാവ നടൻ നമ്മുടെ വിജയരാഘവനാണ്. സിനിമ ഏതാണ്? പൂക്കാലം. മികച്ച സ്വഭാവ നടൻ ആരാണ്? വിജയരാഘവൻ. പൂക്കാലം. മികച്ച സ്വഭാവ നടി ആരാണ്? ഗ്രീഷ്മ ചന്ദ്രൻ. ആരാണ്? ഗ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ
നടൻ ആരാണ്? വിജയരാഘവൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ കേട്ടോ, ശ്രീഷ്മ ചന്ദ്രൻ. പൊമ്പളൈ ഒരുമൈ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച സ്വഭാവ നടിക്കുള്ളത് കിട്ടിയത്. മികച്ച ഗാനരചയിതാവ് ആരാണ്? ഹരീഷ് മോഹനൻ. ആരാണ്? ഹരീഷ് മോഹനൻ. ഗാനം ഏതാണ്? ചെന്താമരപ്പൂവിൽ എന്ന് പറയുന്ന എന്താണ് പാട്ട്? ചാവേർ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു പാട്ടിനാണ് കിട്ടിയത്. മികച്ച ഗാനരചയിതാവ് ആരാണ്? ഹരീഷ് മോഹനൻ. ഓക്കെ, അപ്പൊ എന്താണ്? മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ, പൂക്കാലം. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ, പൊമ്പളൈ ഒരുമൈ. ഓക്കെ, മികച്ച ഗാനരചയിതാവ് ആരാണ്? ഹരീഷ് മോഹനൻ. ഓക്കെ, ഇനി മികച്ച സംഗീത സംവിധായകൻ ആരാണ്? മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചാവേർ. ഏതാണ്? മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? മാത്യൂസ് പുളിക്കൽ. ഏതാണ്? മാത്യൂസ് പുളിക്കൽ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മികച്ച ഗാനരചയിതാവ് ആരാണ്? മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഓക്കെ, ഹരീഷ് മോഹനൻ മികച്ച ഗാനരചയിതാവ്. മികച്ച സംഗീത സംവിധായകൻ അതാരാണ്? ജസ്റ്റിൻ വർഗീസ്. ആരാണ്? ജസ്റ്റിൻ വർഗീസ്. മികച്ച പശ്ചാത്തല സംഗീതം അതാരാണ്? മാത്യൂസ് പുളിക്കൽ, കാതലാണ്. ഓക്കെ, ഇനി നമ്മുടെ പിന്നണി ഗായിക ആരാണ്? ആൻ ആമി. ആരാണ്? ആൻ ആമി. തിങ്കൾ പൂവിൻ ഇതളവൾ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനാണ് കിട്ടിയത്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറയുന്ന സിനിമയിലാണ് ഈ ഒരു പാട്ട്. അപ്പൊ മികച്ച ഗായിക ആൻ ആമിയാണ്. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് നമ്മൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ്. ആരാണ് ഡബിങ് ആർട്ടിസ്റ്റ്? ആണാണെങ്കിൽ റോഷൻ മാത്യു ആണ്. പെണ്ണാണെങ്കിൽ ആരാണ്? സുമംഗലയാണ്. അപ്പൊ ഈ ഡബിങ് ആർട്ടിസ്റ്റ് അങ്ങനെ VS ചോദിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞു വെച്ചേക്ക. ആരാണ് ഡബിങ് ആർട്ടിസ്റ്റ്? ആണാണെങ്കിൽ റോഷൻ മാത്യു, പെണ്ണാണെങ്കിൽ സുമംഗല. ഈ വർഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? അത് ആടുജീവിതമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയത് ഏതിനാണ്? ആടുജീവിതത്തിനാണ്. ജൂറി അധ്യക്ഷൻ ആരാണ്? സുധീർ മിശ്രയാണ്. ഓക്കെ അല്ലെ? ജൂറി അധ്യക്ഷൻ ആരാണ്? സുധീർ മിശ്രയാണ്. ഓക്കെ ആണോ? അടുത്തത് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കിട്ടിയത്? നമ്മുടെ ശാലിനി ഉഷാദേവിക്കാണ് കിട്ടിയത്. എന്താണ്? ശാലിനി ഉഷാദേവിക്കാണ് എന്ത് കിട്ടിയത്? നമ്മുടെ സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ശാലിനി ഉഷാദേവി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. മികച്ച വിഷ്വൽ എഫക്റ്റിന് ആർക്ക് കിട്ടിയത്? ആൻഡ്രൂ ഡിക്രൂസിനും വൈശാഖ് ബാബുവിനുമാണ് കേട്ടോ. അപ്പൊ എന്താണ്? സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം ആർക്ക് കിട്ടി? ശാലിനി ഉഷാദേവിക്ക് കിട്ടി. മികച്ച വിഷ്വൽ എഫക്ട്സിന് ആർക്ക് കിട്ടി? ആൻഡ്രൂ ഡിക്രൂസ്, വൈശാഖ് ബാബു ഇവർക്കാണ് കിട്ടിയത്. 2018 എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച വസ്ത്രാലങ്കാരം ആർക്കാണ്? ഫെബിനയ്ക്കാണ് കിട്ടിയത്. മികച്ച മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി. മികച്ച കലാസംവിധാനം മോഹൻദാസ്. മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ്, ഓ ബേബി എന്ന് പറയുന്ന സിനിമ. മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് വൈശാഖ് ശിവ ഗണേഷ്, നൂബ് സിറസ്. മികച്ച നൃത്ത സംവിധായകൻ ജിഷ്ണു, സുലൈഖ മൻസിൽ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അയച്ചെടുക്കുന്ന സിനിമകൾ ഡോക്ടർ രാജേഷ് എമ്മാനാണ് കിട്ടിയത്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ഏതാണ്? മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ, കിഷോർ കുമാറിനാണ് അത് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ അതത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നത്. എന്നാലും നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച കലാമൂല്യമുള്ള ചിത്രം ഏതാണ്? അതും ആടുജീവിതമാണ്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച കലാമൂല്യമുള്ള ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച ബാലതാരം ആരാണ്? അത്യുക്ത് മേനോൻ, പാച്ചുവും അത്ഭുത വിളക്കും. അത്യുക്ത് മേനോൻ, പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച ബാലതാരം പെണ്ണാണെങ്കിൽ തെന്നൽ അഭിലാഷ് ആണ്. ശേഷം മൈക്കിൾ ബാത്തിമ എന്ന് പറയുന്ന സിനിമയിലാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം.
മികച്ച ജനപ്രിയ ചിത്രം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് പഠിക്കുന്നത്. 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച കലാമൂല്യമുള്ള ചിത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? ആടുജീവിതാണ്. മികച്ച ബാലതാരം അത്യുത് മേനോനും ആരാണ്? തെന്നൽ അഭിലാഷുമാണ്. ഓക്കെ, അടുത്ത മികച്ച ചിത്ര സംയോജകൻ. മികച്ച ചിത്ര സംയോജകൻ ആരാണ്? സംഗീത് പ്രതാപാണ്. ആരാണ്? നമ്മുടെ അമൽ ഡേവിസ് അല്ലേ. അപ്പൊ മികച്ച ചിത്ര സംയോജകൻ ചിത്രം ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറയുന്ന സിനിമയിൽ ആർക്ക് കിട്ടി? സംഗീത് പ്രതാപിന് കിട്ടി. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? മികച്ച ഛായാഗ്രാഹകൻ സുനിൽ KS. ആടുജീവിതം. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏതിനാ കിട്ടിയത്? നമ്മുടെ ആടുജീവിതത്തിലെ സുനിൽ KSനാണ് കിട്ടിയത്. മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ് OBB. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം, ഈ ഒരു സൈഡ് ഒന്നുകൂടെ പറയാം. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. മികച്ച കലാമൂല്യമുള്ള ചിത്രവും ആടുജീവിതമാണ്. മികച്ച ബാലതാരം ആരൊക്കെയാണ്? അത്യുത് മേനോനും തെന്നൽ അഭിലാഷും. ഓക്കെ, മികച്ച ചിത്ര സംയോജകൻ ആരാണ്? നമ്മുടെ സംഗീത് പ്രതാപാണ്. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? സുനിൽ KS. ആരാണ്? സുനിൽ KS. ആടുജീവിതം. ഓക്കെ, മികച്ച സിംഗ് സൗണ്ട് ആരാണ്? ഷമീർ അഹമ്മദ് ആണ്. ചിത്രം OBB ആണ്. ഓക്കെ, ഇനി നമ്മുടെ ശബ്ദമിശ്രണം ആരാണ്? റസൂൽ പൂക്കുട്ടി. ആരാണ്? ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും. ഏതാണ്? ആടുജീവിതത്തിലാണ് കേട്ടോ. അപ്പൊ മികച്ച ശബ്ദമിശ്രണം ആർക്കാണ്? റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹനുമാണ് കിട്ടിയത്. സിനിമ ഏതാണ്? ആടുജീവിതം. മികച്ച ശബ്ദ രൂപകൽപ്പന ജയദേവൻ ചാക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലാണ് കിട്ടിയത്. ജയദേവൻ ചാക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ മികച്ച ശബ്ദ രൂപകൽപ്പന ചെയ്തതിന് എന്താണ് അവാർഡ് കിട്ടിയ ആർക്കാണ്? ജയദേവൻ ചാക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ. മികച്ച പ്രത്യേക പരാമർശം നേടിയ സിനിമ. പ്രത്യേക പരാമർശം നേടിയത് അഭിനയത്തിന് മികച്ച പരാമർശം നേടിയത് ആർക്കൊക്കെയാണ്? KR ഗോകുൽ ആടുജീവിതം. സുധി കോഴിക്കോട് കാതൽ ദിക്കോർ. എന്താണ്? സുധി കോഴിക്കോട് കാതൽ ദിക്കോർ. കൃഷ്ണൻ ഏതാണ്? ചിത്രം ജൈവം. ഈ പറയുന്ന സിനിമയിൽ ഈ പറഞ്ഞ വ്യക്തികൾക്കാണ് പ്രത്യേക പരാമർശം കിട്ടിയത് കേട്ടോ, അഭിനയത്തിന്. ഇനി പ്രത്യേക പരാമർശം കിട്ടിയ സിനിമ ഏതാണ്? ഗഗനചാരി. ഏതാണ്? ഗഗനചാരി. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഫിലിം അവാർഡിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ മികച്ച നടിക്കുള്ളത് നമ്മുടെ ഉർവശിക്ക് കിട്ടി. ഉർവശിക്ക് കിട്ടിയ 6ാമത്തെ സംസ്ഥാന അവാർഡാണ് ഇത് കേട്ടോ. 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയതോടുകൂടി ഉർവശിക്ക് കിട്ടിയ 6ാമത്തെ സംസ്ഥാന അവാർഡാണിത്. ഇതിനു മുമ്പ് എന്തൊക്കെ കിട്ടി? 1989 മഴവിൽ കാവടി, വർത്തമാനകാലം. എന്താണ്? മഴവിൽ കാവടി, വർത്തമാനകാലം എന്നീ സിനിമകൾക്ക് 1989. 1990 തലവേണ മന്ത്രം, 1991 ഭാരതം മുഖചിത്രം, പിന്നെ എന്താണ്? കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം. ഈ പറയുന്ന സിനിമകൾക്കെല്ലാം കൂടെ ചേർത്ത് 1991. 1995 കഴകം, 2006 മധുചന്ദ്രലേഖ, 2023 ഉള്ളൊഴുക്ക്. ഇത്രയും സിനിമകൾക്കാണ് നമ്മുടെ ഉർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ എത്ര അവാർഡ് കിട്ടി? 6 സംസ്ഥാന അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താണ്? നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അവാർഡുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 2-3 തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും അതേ കണക്ക് ഫോഴ്സ് ചെയ്ത് പഠിക്കുക. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.